മാർച്ച് 3 ലോക കേൾവി ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള വികസനത്തിൽ കേൾവിയുടെ പ്രാധാന്യം, കേൾവി എന്ന ഇന്ദ്രിയത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. ശബ്ദ മലിനീകരണം വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കേൾവി സംരക്ഷണത്തിനായി എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. കേൾവിക്കുറവിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ലക്ഷണങ്ങൾ, അതായത് ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക, വേദനയുണ്ടാകുക, തലകറക്കം അടിക്കടി ഉണ്ടാകുക, ചെവിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാകുക, ശബ്ദമുഖരിതമായ സ്ഥലത്ത് സംഭാഷണങ്ങൾ വ്യക്തമാവാതിരിക്കുക, ടിവിയുടെയോ ഫോണിന്റെയോ ഒക്കെ വോളിയം കൂട്ടി കേൾക്കേണ്ടതായിട്ട് വരിക, ഇങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒരു കേൾവി പരിശോധന നടത്തുക. കേൾവിക്കുറവ് കണ്ടെത്തിയാൽ യഥാസമയം അനുയോജ്യമായ ഹിയറിംഗ് എയ്ഡ് ഘടിപ്പിക്കുകയും അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക. ഇനി കേൾവിക്കുറവ് ഉണ്ടാകാതിരിക്കാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്ന് നോക്കാം. ചെവിക്കുള്ളിൽ യാതൊരു തരത്തിലുള്ള വസ്തുക്കളും ഇടാതിരിക്കുക. കൂടാതെ ടിവി, ടെലിഫോൺ, സ്പീക്കേഴ്സ്, ഹെഡ്സെറ്റ് അങ്ങനെയുള്ളവ ഉപയോഗിക്കുമ്പോൾ വോളിയം 60% താഴെ മാത്രം ഉപയോഗിക്കുക. അതുകൂടാതെ തന്നെ ഉച്ചഭാഷിണികൾ, വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ പരമാവധി അകലം പാലിക്കുക. അതുകൂടാതെ തന്നെ ഇയർ പ്ലഗ് പോലെയുള്ള വസ്തുക്കൾ, ഇയർ പ്ലഗ് അല്ലെങ്കിൽ ഇയർ മഫിൾസ് പോലെയുള്ള വസ്തുക്കൾ ശബ്ദമുഖരിതമായ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ തുടർച്ചയായി ഉപയോഗിക്കുക. കേൾവി ദിനത്തോടനുബന്ധിച്ച് ശബ്ദ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും സൗജന്യ കേൾവി പരിശോധനയും കൂടാതെ തന്നെ ഹിയറിംഗ് എയ്ഡുകൾക്ക് ആകർഷമായ വിലക്കുറവും എക്സ്ചേഞ്ച് ഓഫറുകളും ലഭ്യമാണ്. മാർച്ച് 3 മുതൽ മാർച്ച് 6 വരെയാണ് ഈ സൗകര്യം ലഭ്യമായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.